അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ടോക്സ്. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് പ്രവാചകപുത്രി റുഖിയ റളിയല്ലാഹു അൻഹയുടെ ഒരു ചരിത്രമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോയിലൂടെയും നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു സ്വർഗസുന്ദരി മക്കക്കാരി പെണ്ണ്, കൂടെ ഭർത്താവുമുണ്ട്. ഇത്ര സുന്ദരമായ മുഖം ഇന്നാട്ടിൽ ഒരു പെണ്ണിനുമില്ല. നാട്ടുകാരും ഇത്തരം ഒരു തരുണിയെ കിനാവിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ അബദ്ധത്തിലാണ് അവളെ കണ്ടത്. ഇനിയും അവളെ ഒളിഞ്ഞു നോക്കാൻ മനസ്സ് വെമ്പുന്നു. ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ കൂട്ടുകാരുടെ ഉള്ളിൽ ആസക്തി ജനിപ്പിച്ചു. ആരായിരുന്നു അവൾ? പ്രവാചകപുത്രി റുഖിയ റളിയല്ലാഹു അൻഹ. മഹാഭക്തയും വിശ്വസ്തയുമായിരുന്നു. സൗന്ദര്യത്തിൽ മറ്റു സ്ത്രീകളെ അവൾ പിന്നിലാക്കി. ഉസാമത്തു ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം തിരുനബി എന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് അയച്ചു. ഒരു പാത്രത്തിൽ അല്പം മാംസവുമായി ഞാൻ മാംസം കൈമാറവേ ബീവി റുഖിയയെ ഒന്ന് കണ്ടു. പർദാവിധി വരുന്നതിനു മുമ്പാണിത്. ബീവിയുടെ സൗന്ദര്യം എൻ്റെ കണ്ണുകളെ അവിശ്വസിപ്പിച്ചു. ഒരു നിമിഷം ഞാൻ ഉസ്മാനിലേക്ക് കണ്ണെറിഞ്ഞു. അടുത്ത നിമിഷം ബീവിയെ തന്നെ വീണ്ടും നോക്കി. എൻ്റെ നേത്രങ്ങൾ 2 തവണ ഇരുവരെയും മാറി മാറി കടാക്ഷിച്ചു. അവരുടെ സൗന്ദര്യത്തിൽ ഞാൻ മതിമറന്നുപോയി. ഇത്ര സൗന്ദര്യമുള്ള ദമ്പതികളെ ഞാൻ കണ്ടിട്ടേയില്ലായിരുന്നു. മടങ്ങി വന്ന പാടെ തിരുനബി എന്നോട് ചോദിച്ചു, അവരെക്കാൾ സൗന്ദര്യമുള്ള ഭാര്യ ഭർത്താക്കന്മാരെ നീ മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല നബിയെ, ഞാൻ കണ്ടിട്ടില്ല. അവരെ രണ്ടുപേരെയും മാറി മാറി 1-2 തവണ ഞാൻ നോക്കിപ്പോയി. റുഖിയ ബീവി ജനിക്കുന്നത് തിരുനബിക്ക് 33 വയസ്സുള്ളപ്പോഴാണ്. മാതാവ് ഖദീജ ബീവിക്കൊപ്പമാണ് ബീവി ഇസ്ലാം പുൽകിയത്. ഇസ്ലാം പുൽകുന്ന ഘട്ടത്തിൽ റുഖിയ ഉത്ബയുടെ ഭാര്യയായിരുന്നു. ഉത്ബ അബൂലഹബിന്റെ മകനാണ്. തിരുനബി പ്രബോധനം തുടങ്ങിയ ഘട്ടത്തിൽ തങ്ങൾക്കെതിരെ ശകാരം ചൊരിഞ്ഞ അബൂലഹബിന്റെ മകൻ. ബന്ധുമിത്രാദികളെ വിളിച്ച് തങ്ങൾ ആദ്യമായി പ്രവാചകത്വം പ്രഖ്യാപിച്ച ഘട്ടം അബൂലഹബ് പൊട്ടിത്തെറിച്ചു. തബ്ബൻ ലക സായിറൻ യൗം അലിഹാദ ജമഅതന. മുഹമ്മദേ, നിന്റെ ശിഷ്ടനാളുകൾ ഒടുങ്ങട്ടെ, ഇത് പറയാനാണോ നീ ഞങ്ങളെ വിളിച്ചു ചേർത്തത്? അബൂലഹബിന്റെ പ്രതികൂല പ്രതികരണം തിരുനബിയെ മുറിവേൽപ്പിച്ചു. ജനമധ്യത്തിൽ തന്നെ അവമതിച്ചതിൽ അവിടുന്ന് വ്യാകുലനായി. ഖുർആൻ അവതരിച്ചു. തന്റെ ഇഷ്ടഭാജനത്തിനെതിരെ നാവെടുത്തതിന് അള്ളാഹു തന്നെ കണക്ക് ചോദിച്ചു. അബൂലഹബിന്റെ 2 കരങ്ങൾ നശിച്ചിരിക്കുന്നു, അവൻ തന്നെയും നശിക്കട്ടെ. ഒരു അധ്യായം തന്നെ അബൂലഹബിനെയും ഭാര്യയെയും ആക്ഷേപിച്ചു കൊണ്ടിറങ്ങി. ഖുറൈശികൾ അത് കേട്ട് ചൊടിച്ചു. അവർ അബൂലഹബിനരികിൽ ഓടിയെത്തി. മുഹമ്മദിന്റെ മകളെ പുറത്താക്കാൻ ആജ്ഞാപിക്കൂ, ഖുറൈശികൾ ആക്രോശിച്ചു. പക്ഷേ അതിനു മുമ്പ് തിരുനബി ഉത്ബയെ സമീപിച്ചിരുന്നു റുഖിയയെ തിരിച്ചു കൊടുക്കാൻ. അബൂലഹബും റുഖിയയെ ത്യജിക്കാൻ നിർബന്ധിച്ചു. ധർമ്മസങ്കടത്തിലായ ഉത്ബ അവസാനം മാതാവിന് മുമ്പിൽ പ്രശ്നം വെച്ചു. മാതാവ് കള്ളനു കഞ്ഞിവെക്കുന്ന മൗഢ്യയായിരുന്നു. അതുകൊണ്ട് തന്നെ അമാന്തിക്കാതെ അവർ അലറി, നീ അവളെ പുറത്താക്കുക, അവൾ മതം മാറി കഴിഞ്ഞിരിക്കുന്നു. ഇതിനകം റുഖിയയും ഉത്ബയോട് മൊഴി ആവശ്യപ്പെട്ടിരുന്നു. മണിയറ ബന്ധം തീരെ നടക്കാതെയാണത്രേ അവർ ഉത്ബയെ പിരിഞ്ഞത്. ഉത്ബയെ പിരിഞ്ഞ പാടെ ഉസ്മാനുബിൻ അഫാന് റുഖിയയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇണയാക്കി കൊടുത്തു. പരസ്പരം സ്നേഹം പകർന്നും മധുരം നുകർന്നും അവർ കഴിഞ്ഞു. അതിനിടെയാണ് അബിസീനിയയിലേക്കുള്ള ഹിജ്റ നടന്നത്. ഉസ്മാനുബിനു അഫാനുമൊത്ത് റുഖിയ ബീവി അബിസീനിയയിൽ ചെന്നു. ആദ്യമായി മക്കത്തു നിന്ന് പലായനം ചെയ്ത ദമ്പതികൾ ഇവരായിരുന്നു.
പുത്രിയും ഭർത്താവും നാടുവിട്ടതോടെ വിവരമറിയാൻ തിരുനബിക്ക് തിടുക്കം. വിശേഷമറിയാൻ വൈകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശങ്കപ്പെടുത്തി. അവിടുന്ന് കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്നു. അതിനിടയിൽ ഒരു ഖുറൈശി വനിത വന്നെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് റുഖയ്യയുടെ വിവരങ്ങൾ ആരാഞ്ഞു. അവരെ താൻ കണ്ടുവെന്ന് ആ സ്ത്രീ പറഞ്ഞു. ഏതു വിധമാണ് നീ കണ്ടതെന്നായി നബി. ഒരു കഴുതപ്പുറത്തേറി പോകുന്നതാണ് ഞാൻ കണ്ടത്. അത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അള്ളാഹു അവർക്ക് അനുഗ്രഹം നൽകട്ടെ. ലൂത്ത് നബിക്ക് ശേഷം ആദ്യമായി കുടുംബസമേതം പലായനം ചെയ്ത വ്യക്തി ഉസ്മാൻ ബിനു അഫാനായിരുന്നു.